തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴി മുറിച്ച് താൽക്കാലിക പരിഹാരം കാണാനുള്ള സർക്കാരിന്റെ നീക്കം തടഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ മനുഷ്യച്ചങ്ങല തീർത്തതോടെ ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറി. തലസ്ഥാനത്തിരുന്ന് യോഗം നടത്തുന്നത് അവസാനിപ്പിച്ച് മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പൊഴിമുറിക്കാനായി ഉദ്യോഗസ്ഥരെത്തിയാൽ തടയുമെന്നത് മുതലപ്പൊഴിയിലെ മനുഷ്യരുടെ ഉറച്ച തീരുമാനമായിരുന്നു. ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ മുതലപ്പൊഴിയിൽ സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്ക്. ഇന്നു മുതൽ പൊഴിമുറിക്കൽ. ഡ്രഡ്ജർ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമാക്കും. ഒരു ഡ്രഡ്ജർ കൂടി അടിയന്തരമായി എത്തിക്കും. 2 ലോങ് ബൂം എക്സ്കവേറ്ററുകളുടെ കൂടി സേവനം. ഇതൊക്കെയായിരുന്നു ഇന്നലെ മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയിലെ ഉറപ്പുകൾ. പൊഴിമുറിക്കാൻ ഉദ്യോഗസ്ഥർ എത്തും മുൻപ് മണൽപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ വള്ളം നിരത്തി. സർവ്വസന്നാഹങ്ങളോടെയുമാണ് ഉദ്യോഗസ്ഥ സംഘം പൊഴിമുറിക്കാൻ മുതലപ്പൊഴിയിലെത്തിയത്. സുരക്ഷ ഒരുക്കാൻ കാക്കിപ്പടയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ആർത്തിരമ്പി. ബിഷപ്പിന്റെ പ്രതിഷേധമാണ് ഇന്നിവിടെ പൊഴിമുറിക്കുവാനായിട്ട് വരുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഒരു പാർട്ടിയുടെ ഒരു സുഹൃത്തിന്റെ ചെമ്മീൻ കൃഷി നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ചെമ്മീൻ കൃഷിയുടെ പ്രധാനം. ഇത്രയും മത്സ്യത്തൊഴിലാളികളുടെ ജീവനും തൊഴിലിനും സംരക്ഷണം നൽകണം. മണൽത്തിട്ട മുഴുവൻ മാറ്റി അഴിമുഖത്ത് 5 മീറ്റർ ആഴം ഉറപ്പാക്കിയില്ലെങ്കിൽ മത്സ്യബന്ധനം മുടങ്ങുമെന്നും സമീപത്തെ 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം. ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ വന്ന ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല. പൊഴി നമ്മൾ മുറിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വീതിയും ആവശ്യത്തിന് ഡെപ്തും ഇട്ട് വലിയ വള്ളങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യമതിലിന് മുന്നിൽ ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും മടങ്ങി. മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്ന ആവശ്യത്തോടുള്ള സർക്കാർ സമീപനം നിർണായകമാകും. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഈ പൊഴിയിൽ മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം 78 ആണ്. മൃതദേഹം കിട്ടാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ എണ്ണവും നിരവധി. അതുകൊണ്ട് തന്നെ മുതലപ്പൊഴിയിലെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു സീസണൽ പരിഹാരമല്ല, മറിച്ച് ശാശ്വത പരിഹാരമാണ്. ടീം 24-നൊപ്പം ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.